ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു. വായ്പാ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തിൽ കണക്കുകൾ അവതരിപ്പിച്ച് PV അൻവർ. MLA ആകുന്നതിന് മുൻപാണ് ലോൺ എടുത്തത്. 3 വായ്പകളിലും തിരിച്ചടവ് നടത്തിയിട്ടുണ്ട്. ഒരു അധികാരവും ഉപയോഗിച്ചിട്ടില്ലെന്നും അൻവർ. 2015 മേൽപ്പറഞ്ഞ ലോണ് KFCയിൽ നിന്ന് PVR ഡെവലപ്പേഴ്സ് എടുത്തിട്ടുള്ളത്. അതിൽ ഞങ്ങൾ 3 ലോണായിരുന്നു. ലോൺ നമ്പർ 07015 9511 07015 9511. ഈ ലോണ് എടുക്കുന്ന ഡേറ്റ് 8 ഡിസംബർ 2015. അതായത് ഞാൻ MLA ആകുന്നതിന് മുമ്പ്. അത് 1,56,00,000. ആ 1,56,00,000 ആ ലോണ് 2,14,51,501 വെച്ച് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡോക്യുമെൻ്റാണ് നിങ്ങൾക്ക് പരിശോധിക്കാം. മറ്റൊരു ലോണ് ഉണ്ടായിരുന്നത് 2015 ഡിസംബറിൽ തന്നെ 3,05,00,000. 3,05,00,000. അതിൽ ഇന്നേ വരെ 2,14,76,968 എമൗണ്ട് അടച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്റ്റും രേഖകളുമാണ്. അതും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. മൂന്നാമത്തെ ലോണ് എന്ന് പറയുന്നത് ലോൺ നമ്പർ 017511 4,90,00,000. അതിലേക്ക് 1,62,50,746 അടച്ചിട്ടുണ്ട്. അതിൻ്റെ റെസിപ്റ്റും KFCയുടെ സ്റ്റേറ്റ്മെന്റുകളാണ് വെക്കുക. ഇതിൽ വിഷയം എവിടെ വരുന്നത് വെച്ചാൽ, ഈ കഴിഞ്ഞ മാർച്ചിൽ KFC 1 ടൈം സെറ്റിൽമെന്റ് ഓപ്ഷൻ എല്ലാവർക്കും ഇവരുടെ കസ്റ്റമേഴ്സിന് കൊടുത്തിരുന്നു. അതിൽ നമ്മളും അപ്ലൈ ചെയ്തു. 1 ടൈം സെറ്റിൽമെന്റ് നമ്മൾ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. ആ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്ത അപ്ലിക്കേഷൻ 27/3/2023 KFC എന്ന മറുപടിയാണ്. The corporation has examined your promised settlement proposals for construction PVR developers, both dated 24/3/25, and noted that your offer is significantly low compared to the outstanding balance and the security value. Therefore, you are requested to enhance your proceed further with the settlement. ഈ സെറ്റിൽമെന്റിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ഈ ഒരു അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഇവർക്ക് ഒരു ഫീസ് അടക്കേണ്ടതുണ്ട്. ആ ഫീസിന്റെ റെസീറ്റാണിത്. 29,500 രൂപയുടെ ചെക്ക് DD ഇവിടെ HDFC ബാങ്കിൽ നിന്ന് കൊടുത്ത് നമ്മൾ 1 ടൈം സെറ്റിൽമെന്റിന് അപ്ലിക്കേഷൻ കൊടുത്തതിന്റെ ഫോമും അതിന്റെ മറുപടിയാണ്. ഈ മറുപടിയിൽ അവർ പറഞ്ഞത് നമ്മൾ ഓഫർ ചെയ്ത സംഖ്യ വളരെ കുറഞ്ഞു പോയി. Please also note that no compromise settlement will be entertained 29/3/25 as per the prevailing policy. Additionally, as the security purposes are common and connected with the both loans, to release of any part of the security will be considered upon the fulfillment of both loans. അതായത് ഈ 3 ലോണുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർലിങ്ക് ആയി നിൽക്കുന്നതുകൊണ്ട് ഒരു ലോൺ നമ്മൾ ക്ലോസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഒരുമിച്ച് ഇത് സെറ്റിൽ ചെയ്യണമെന്നാണ് KFC ആവശ്യപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ എമൗണ്ട് പോരാ എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ കത്ത് കൊടുത്തു 10th ഏപ്രില് KFCക്ക്. അതായത് നമ്മളിപ്പോൾ ഓഫർ ആദ്യം കൊടുത്ത് KFC നിരസിച്ച എമൗണ്ടിനേക്കാളും 10% കൂടി നമ്മൾ കൂട്ടി അടക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. ഇതിന് മറുപടി തന്നിട്ടില്ല. അപ്പം കേരളത്തിൽ KFC അതിന്റെ എല്ലാ ഡോക്യുമെന്റ്സും നമ്മൾ കൊടുത്ത ഫസ്റ്റ് ആപ്ലിക്കേഷനൊക്കെ ഇതിൽ കിടക്കുന്നുണ്ട്. KFCയുടെ എല്ലാ ലോണീസിനും ഈ പറയുന്ന മേഴ്സി
സെറ്റിൽമെന്റ് അവൈലബിലിറ്റി കേരളത്തിൽ ഉടനീളം കൊടുത്തപ്പോഴും ആ മേഴ്സി സെറ്റിൽമെന്റ് കിട്ടാത്ത ഏക വ്യക്തി PV അൻവറാണ്. അതിന്റെ കാരണം ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാം. പിന്നെ തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി കൊടുത്താൽ ആദ്യം വിജിലൻസ് ഒരു അന്വേഷണം നടത്തുമല്ലോ. നമ്മളെ വിളിക്കും, ബാങ്കിന്റെ ഡീറ്റെയിൽസ് ചോദിക്കും, ഈ പരാതിയിൽ വസ്തുത ഉണ്ടോ എന്ന് പരിശോധിക്കും. വസ്തുത ഉണ്ട് എന്ന് ബോധ്യപ്പെടുമ്പോഴാണ് സാധാരണ ഈ കേസെടുത്ത് പോലെ. അപ്പം ഇവിടെ അങ്ങനെ ഒരു അന്വേഷണം മുൻകൂട്ടി ഉണ്ടായിട്ടില്ല. ആദ്യം FIR ഇട്ടു. FIRന്റെ അടിസ്ഥാനത്തിൽ എന്താ പറയാ, ഇപ്പോ അന്വേഷണം നടക്കുന്നു എന്ന വാർത്ത നിങ്ങൾ ഇന്നലെ വാർത്ത കൊടുക്കുമ്പോഴാണ് അറിയുന്നത്. ഇതാണ് ഇതിന്റെ വസ്തുത. എടുത്ത എമൗണ്ടിന്റെ ഒരു ലോണ് പൂർണ്ണമായും തീർത്തു. 2 ലോണുകളുടെ ഏകദേശം 60, 65, 70% മുതൽ എമൗണ്ട് നമ്മൾ തീർത്ത് നിൽക്കുകയാണ്. ലോണ് ഞാൻ തന്നെ പല ഘട്ടത്തിലും പറഞ്ഞിട്ടാണ്, ഞാൻ കടക്കാരനാണ്, പല ഘട്ടത്തിലും ഇതാ ജപ്തിയുടെ ഭീഷണിയിലാണോ എന്നൊക്കെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ നമ്മൾ തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ്. അത്ര തന്നെയാണ് ഇതിന്റെ വസ്തുത. അതല്ലാതെ ഇതിൽ വേറെ മാൽ പ്രാക്ടീസ് നടത്തി അധികാരം ഉപയോഗിച്ചെന്നൊക്കെ ഞാൻ അധികാരത്തിൽ വരുന്നതിന്റെ 1 കൊല്ലം മുമ്പ് നടന്ന 2015 നടന്ന കാര്യങ്ങളാണ്. ഇത്രയാണ് ഇതിന്റെ വസ്തുതകൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 1 വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്ട്രി ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings.